തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിനു മുമ്പേ ഘടക കക്ഷികളും നേതാക്കളും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിന് തലവേദനയായിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുമ്പ് ഐക്യ കേരള കോൺഗ്രസ് മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഉൾപ്പെടെ പഴയ വാർഡുകളിലെല്ലാം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുകയാണ്. കോട്ടയത്ത് 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ മാത്രം കേരള കോൺഗ്രസിന് നൽകിയാൽ മതിയെന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച 8 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് ലേബലിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയുമായിരുന്ന കോട്ടയത്തെ ഉറപ്പായ 8 ഡിവിഷനുകൾ പിടിച്ചെടുത്ത് മത്സരിച്ച് അതിൽ 6ലും പരാജയപ്പെട്ട പാർട്ടിയാണ് കേരള കോൺഗ്രസ്. കിടങ്ങൂരും അതിരമ്പുഴയിലും മാത്രമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടകളായ കുറവിലങ്ങാട്, ഭരണങ്ങാനം, കാഞ്ഞിരപ്പള്ളി ഡിവിഷനുകളിലെല്ലാം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. കേരള കോൺഗ്രസിന് 10 പാർട്ടിക്കാർ പോലുമില്ലാത്ത ഡിവിഷനുകളിൽ കോൺഗ്രസിന്റെ ചെലവിൽ മെമ്പർമാരെ സൃഷ്ടിച്ച് ഒടുവിൽ അത് കാണിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനോട് വിലപേശാനാണ് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. ജില്ലയിലെ ജയസാധ്യതയുള്ള പ്രധാന ഡിവിഷനുകൾ കേരള കോൺഗ്രസ് പിടിച്ചുവാങ്ങിയപ്പോൾ വൈക്കം, മുണ്ടക്കയം പോലുള്ള സാധ്യത കുറഞ്ഞ ഡിവിഷനുകളിൽ മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു കോൺഗ്രസ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 5 പാർട്ടികളിൽ മാറി മാറി സേവനം ചെയ്ത് മാസങ്ങൾക്ക് മുമ്പ് ജോസഫ് വിഭാഗത്തിൽ എത്തിച്ചേർന്ന മുൻ ജനപ്രതിനിധി വീണ്ടും സ്ഥാനാർത്ഥി കുപ്പായവുമായി കാഞ്ഞിരപ്പള്ളിയിൽ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. മറ്റൊരു സീറ്റിൽ മത്സരിക്കാനായി രംഗത്തിറങ്ങിയിട്ടുള്ള ജോസഫ് വിഭാഗം നേതാവ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഏത് മുന്നണിയിലും ഏത് പാർട്ടിയിലും ആയിരിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ കോൺഗ്രസിൽ നിന്ന് പോലും നേതാക്കളെ വല വീശി പിടിക്കാനായി നെട്ടോട്ടമോടുകയാണ് മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള ജോസഫ് വിഭാഗം നേതാക്കൾ. ഇതോടെ ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ വിജയിച്ച കിടങ്ങൂർ, അതിരമ്പുഴ എന്നിവയ്ക്ക് പുറമെ ഒരു ഡിവിഷൻ കൂടി മാത്രം അനുവദിച്ചാൽ മതിയെന്ന കടുത്ത നിലപാടിലാണ് കോൺഗ്രസ്. കുറവിലങ്ങാട്, കാഞ്ഞിരപ്പള്ളി ഡിവിഷനുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ജയസാധ്യതയേറെയാണെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന്. ഇതോടെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം.